എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രധാൻ വീട്ടിനകത്ത് കയറി വരുവാണ്. ഈ സമയത്ത് പ്രിയമണി അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രിയമ്മയോട് പ്രഭുദേവൻ പറഞ്ഞു, താഴെ എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുമെന്ന് പറയണേ. എന്ത് പ്രശ്നം? അതെന്താന്ന് അറിയത്തില്ല, ഇതേ പോലീസും ആൾക്കാരും കൂട്ടമൊക്കെ ഉണ്ടെന്ന് പറയണേ. ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടാന്ന് പറയണ. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് എന്താ ഏട്ടൻ അങ്ങോട്ട് പോയി നോക്കാൻ എല്ലാവരും ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാൻ പോയില്ല എന്ന് പറയണ. ഈ സമയത്ത് സുചിത്ര അങ്ങോട്ട് കയറി വരുന്നേ. സുചിത്ര വന്നിട്ട് പറഞ്ഞു, താഴെ വലിയ പ്രശ്നമായിരുന്നു പറയണേ. എന്ത് പ്രശ്നം? കാര്യം ഇച്ചിരി ട്രാജഡിയാന്ന് പറയാ. ട്രാജഡി എന്ത് പറ്റി? അപ്പുറത്തെ ആ ചിപ്പിയില്ലേ, ചിപ്പിമോള് അവളുടെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയണേ. ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോയോ? അതെ, കൂട്ടിക്കൊണ്ട് പോയി. മറ്റേ ആ SI രഘുലാൽ ഇല്ലായിരുന്നോ, അയാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇത് കേട്ടതും പ്രിയാമണി ഒരു കണക്കിന് നല്ല കാര്യമാ. അതെ, ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അതിന്റെ അമ്മ കൊണ്ടോട്ടെ. ഇനിയിപ്പം നമ്മുടെ മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു വിഷമമുള്ളെന്ന് പറയണേ. പ്രഭുദേവൻ പറഞ്ഞു, ശരിയാ, ഒരു പക്ഷെങ്കിൽ ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല നമ്മുടെ മോൾക്ക്. അവൾ അത്രമാത്രം ആ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാഷെ? മാഷിനറിയാലോ, എപ്പോഴാണെങ്കിലും ആ കുഞ്ഞിനെ അമ്മ വേണ്ടേന്ന് ചോദിക്കുകയാണ്. പക്ഷേങ്കിൽ നമ്മുടെ മോളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ശരിയാ, അവൾക്ക് ഒരു പക്ഷെ അമ്മയാവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരിക്കും. അവൾ എത്രമാത്രം ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടെന്നറിയാവോ? ഒരു പക്ഷേ സ്വന്തം അമ്മ സ്നേഹിക്കുന്നതിലും കൂടുതലായിട്ട് സ്നേഹിക്കുന്നവരെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ടെന്നൊക്കെ പ്രഭുദേവ മാഷ് പറയണം. ഇത് കേട്ടതും പ്രിയാമ്മയുടെ അതൊന്നും സാരമില്ല, പതുക്കെ പതുക്കെ മാറിക്കോളും. ഇനി അവളുടെ കല്യാണം 2-3 ആഴ്ച കഴിയുമ്പം നടക്കുമല്ലേ, അപ്പൊ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷെ അവൾക്കൊരു കുഞ്ഞിനെ ലാളിക്കാനായിട്ടോ കൊഞ്ചിക്കാനായിട്ടോ ഒരിക്കലെങ്കിലും സാധിക്കോ? അവൾക്കൊരു അമ്മയാ സാധിക്കില്ലോ എന്ന് പറയാണ്. അത് കേട്ടതും പെട്ടെന്ന് ഹൃദയ മാഷ്, അത് ശരിയാ എന്ന് പറഞ്ഞ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇഷിത കയറി വരുവാണ്. ഇഷിതേനെ കണ്ടതും പ്രധാനം ചെന്നിട്ട്, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു മോളെ, ഇനിയിപ്പം കൂടുതൽ തത്വങ്ങളൊന്നും പറഞ്ഞ് മോളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറയണം. സുചിത്ര പറഞ്ഞു, പോട്ടെ ചേച്ചി, ഇനി ചിപ്പി മോളെ കുറിച്ച് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ടെന്ന് പറയണം. പക്ഷെ അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല ഇഷിത ഇങ്ങനെ ഒന്നും മിണ്ടാതെ 2 കണ്ണുകൾ ഇഷിതയുടെ നിറഞ്ഞിരിക്കുകയാണ്. ഇഷിത ഇപ്പൊ കരയുന്ന മട്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇഷിത മുറിയിലേക്ക് കയറിപ്പോവാ. പ്രഭുദേവൻ മാഷ് പ്രിയമായിട്ട് പറഞ്ഞു, കണ്ടില്ല അവളുടെ മുഖം കണ്ടില്ലേ? ഒരു സമുദ്രത്തെക്കാൾ ആഴത്തില അവളുടെ മനസ്സിന്റെ വേദന. ഇപ്പം അവൾക്കത് പുറത്ത് പറയാൻ പോലും പറ്റില്ല. കാരണം സ്വന്തം കുഞ്ഞിനെ പോലെ അതിനേക്കാളും കൂടുതലായിട്ട് അവൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമാന്ന് മാഷ് പ്രിയമ്മയോട് പറയാണ്. ഈ സമയം കുഞ്ഞിനെയും കൊണ്ട് നേരെ രചന വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഗേറ്റിങ്കിൽ സെക്യൂരിറ്റിക്കാരൻ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിക്കാരൻ അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പത്തേനും അവളെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് രചന പറഞ്ഞു, അതെ, ഇതെന്റെ മോളാ, പേര് ഋതു എന്ന് പറയാണ്, ഞങ്ങൾ ചിപ്പിന്നാ വിളിക്കണമെന്ന് പറയാം. ആഹാ, കൊള്ളാലോ. അതെ, ഈ അങ്കിളിനെ കണ്ടോ? ഈ അങ്കിളിന് ഇപ്പം മോളോടൊപ്പം കളിക്കാനൊക്കെ കൂടും എന്നൊക്കെ സെക്യൂരിറ്റിക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് രചന പറയണം. ഇത് കേട്ടതും കുഞ്ഞിന്റെ മുഖം അങ്ങ് അറിയും. കുഞ്ഞൊന്നും മൈൻഡ് ചെയ്തില്ല. ബാ, ഇനി മുതൽ ഇതേ ഈ വീടാ നമ്മുടെ വീട് എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ അകത്ത് എന്നിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. മുറിയൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് വരുവല്ലേ, അവൾ ആ മുറിയൊക്കെ ആപ്പാട് നോക്കി. അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെ, മോളിനി തൊട്ട് ഈ മുറിയിൽ ഉറങ്ങണം കേട്ടോ, മോൾക്ക് ഇഷ്ടമായെന്ന് ചോദിക്കുകയാണ്. അതിനോട് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മോൾക്ക് ഇവിടെ ഇതേ ഡാഡി ഉണ്ടെന്ന് പറയാം. ഡാഡിയോ? എനിക്ക് ഡാഡി ഉണ്ട് വേറെ, എനിക്കിവിടെ ഡാഡിയൊന്നും ഇല്ല, എൻ്റെ ഡാഡി അവിടെയാന്ന് പറയാണ്. ആ സമയത്താണ് അങ്ങോട്ട് മഹേഷിൽ ആകാശ് വരുന്നത്. ആകാശിനെ കണ്ടത് പറഞ്ഞു, നോക്ക്, ഇതാണ് ഇനി മുതൽ മോളുടെ ഡാഡി എന്ന് പറയാണ്. ഈ അങ്കിളോ? ഇത് അങ്കിളല്ല, മോളുടെ ഡാഡിയാന്ന് പറയാണ്. ഇത് കേട്ടതും ചിപ്പിമോൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിപ്പിമോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ആകാശിനെ ഒന്ന്. ഈ സമയം ആകാശ് പറഞ്ഞു, ഇതേ രചന, നീ ഇത് എന്തെടുത്തിരിക്കുവാന്ന് ചോദിക്കുക. എന്താ എന്താ ആകാശ കാര്യം? അപ്പൊ നീ എല്ലാം മറന്നുപോയോ? എന്താ കാര്യം? ഞാനൊന്നും ഓർക്കണില്ല. ഓഹോ, അപ്പൊ ഇന്നലെ ഇൻഡസ്ട്രി മിനിസ്റ്റർ മോളുടെ കല്യാണം, അപ്പൊ പോണ്ടേന്ന് വെക്കും. നമ്മളെ ഡയമണ്ട് നെക്ലേസ് ഒക്കെ വാങ്ങിച്ചു വെച്ച കാര്യം മറന്നുപോയോ? ഇന്ന് ചെന്നില്ലെങ്കിൽ അറിയാലോ, പിന്നെ അത് ആകെപ്പാടെ പ്രശ്നമാവും. അയാൾ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറയണം. ദേ ആകാശം തന്നെ പോയിക്കൂടെ? ഞാൻ വന്ന് നിർബന്ധമുണ്ടോ? എന്റെ മോള് വന്ന ദിവസമല്ലേ, എനിക്ക് അവളോടൊപ്പം കുറച്ച് സമയം ഇരിക്കേണ്ടേന്ന് നിൽക്കൂ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. മോള് വന്നു കഴിഞ്ഞപ്പോ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നല്ലേ? ഇത് നിനക്ക് നല്ലതിനല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോള് വന്നെന്നോർത്തോളം നമ്മുടേതായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ. അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ നീ തീരുമാനിച്ചോളാൻ പറയാം. ആകപ്പാടെ പെട്ടുപോയി രചനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? രചന പെട്ടെന്ന് പറഞ്ഞു, ശരി ശരി, ഞാനിപ്പോൾ തന്നെ റെഡിയാവാം. അല്ലെങ്കിൽ മോളെ നോക്കാനായിട്ട് ഇവിടെ ആയുണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് പറയണം.
ആകാശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് രചന ഉറക്കെ സൗദാമിനിന്ന് വിളിക്കുകയാണ്. 2-3 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോൾ സൗദാമിനി അങ്ങോട്ട് വന്നു. അതെ ദേ ഇതാണ് എൻ്റെ മോളെന്ന് പറയണം. ഇവിടെ പൊന്നുപോലെ നോക്കണം, അറിയാലോ ഞങ്ങൾ പുറത്തൊരു ഫംഗ്ഷന് പോവാ, അതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ മോൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല, നീ ഇവ നോക്കണമെന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നെ രചന അങ്ങോട്ട് പോയി കഴിയുമ്പോൾ സൗദാമിനി നേരെ മോളുടെ അടുത്തേക്ക് വന്നു. മോളുടെ പേരെന്താന്ന് ചോദിക്കണം. ചിപ്പിമോൾ ഇങ്ങനെ നോക്കി. പിന്നീട് ചിപ്പി എന്നാന്ന് പറയണം. അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോളുടെ അടുത്തിരി ഞാനുണ്ടെന്ന് പറയണം. പക്ഷേ ചിപ്പിമോക്കാണ് സഹിച്ചില്ല. ചിപ്പിമോൾ എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന ചിപ്പിമോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അവിടെ കുറെ പാവകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വലിച്ചെറിയുവാണ്. ആ മനസ്സ് വല്ലാതെ മുറിവേറ്റിരിക്കുക. എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് എൻ്റെ ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയാം. ഡാഡിയുടെ അടുത്തോ? ഇതല്ലേ മോളുടെ വീട്. വേണ്ട, ഇതെന്റെ വീടല്ലെന്ന് പറയണം. മോളെ അങ്ങനെ പറയരുത്. പിന്നെ എനിക്കിഷ്ടമില്ല ഇവിടെ നിൽക്കാനായിട്ട്, എനിക്ക് പോകണമെന്ന് പറയണം. അവസാനം ചിപ്പിമോളുടെ അടുത്ത് നിന്നിട്ട് സൗദാമിന് പറഞ്ഞു, അതെ എനിക്ക് കഥകളൊക്കെ അറിയാം, ആമയുടെ മോലിൻ്റെ കഥ, അതൊക്കെ പഴയ കഥകളല്ലേ, എനിക്കതൊന്നും വേണ്ടെന്ന് പറയണം. അതെ രാജാവിൻ്റെ രാജ്ഞിയുടെ കഥകളായാലോ, എനിക്ക് ഒരു കഥകളും കേൾക്കണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി, എൻ്റെ ഡാഡിയുടെ അടുത്ത് പോയാൽ മതി എന്ന് പറയണം. ഇത് കേട്ടോ വല്ലാത്തൊരവസ്ഥയിലായി സൗദാമിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് മഹേഷ് തകർന്ന മനസ്സോട് വിട്ട് വീടിനകത്ത് കയറി വരുവാണ്. ആ സമയം സ്വന്തം നെഞ്ചിലടിച്ച് നിലവിളിച്ചോണ്ടിരിക്കുകയാണ് സ്വപ്നവല്ലി. എന്നാലും എങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റും. ഇതേ കുഞ്ഞിന് 6 മാസമുള്ളപ്പോൾ അവൾ ഇട്ടെറിഞ്ഞിട്ട് പോയതാ. അന്ന് മുതൽ കുഞ്ഞിനെ ഇത് ചോറും പാലുമില്ല ഊട്ടി വളർത്തിക്കൊണ്ട് ഈ ബന്ധമാക്കി ഞാനാ. എന്നിട്ട് ഒരു ദിവസം അവളെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയേക്കുന്നു. എങ്ങനെ സഹിക്കാൻ പറ്റും? എനിക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാത്തിനും കാരണം രാമ നിങ്ങളാ. നിങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളല്ല ഉണ്ടായത്. ഡോക്ടർ ഇഷിത എന്ന് പറയുമ്പോൾ എന്തുമാത്രം നാവായിരുന്നു. ഇഷിത ഡോക്ടർ പാവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അവൾ പണി തന്നില്ലേന്ന് ചോദിക്കുകയാണ്. മഞ്ചരിയും കൂടെ വന്നിട്ട് പറഞ്ഞു, അത് ശരിയാ അമ്മ പറഞ്ഞത്, അല്ലെങ്കിൽ അച്ഛൻ കാരണം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവലിക്ക് സഹിച്ചില്ല. എന്നാലും എൻ്റെ മോനെ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയില്ല. ഇതേ മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എത്രയും വേണം തന്നെ കുഞ്ഞിനെ ഇവിടെ കിട്ടണമെന്ന് പറയാം. മഹേഷ് പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്ക് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എൻ്റെ മോളെ ഇവിടെ കിട്ടണമെന്ന് പറയാം. അമ്മേ അങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ, നീ കൊണ്ട് കേസ് ഫയൽ ചെയ്യുക. ഡിവോഴ്സ് കേസ് എന്തായാലും കോടതി നടന്നുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പൊ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊണ്ട് ഫയൽ ചെയ്യുക. നീ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയണം. അമ്മ ഞാൻ കേസോ കൊടുക്കാം, അമ്മയൊന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടുമെന്ന് നീ പറയണേ. എനിക്ക് അവളില്ലാതെ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയാലോ ഞാൻ അത്രമാത്രം സ്നേഹിച്ച അവളെ വളർത്തിക്കൊണ്ട് വന്നേ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറയണം. രാമൻ കാരണോ? രാമനാ പറഞ്ഞ എല്ലാത്തിനും മാപ്പുറാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. മഹേഷോട് ശരിയാ, അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇഷിത ഡോക്ടറോട് മാപ്പ് പറയാനായിട്ട് അങ്ങോട്ട് പോയത്. പക്ഷെ ഇത്രയും പ്രശ്നമാകുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. ഇതിന് മാത്രം എന്തുമാത്രം തെറ്റാ ചെയ്ത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. എന്നിട്ടല്ലേ ആ ഇഷിത ഡോക്ടർ അങ്ങനെ ഒരു പരാമർശം നടത്തിയതുകൊണ്ടല്ലേ ഇപ്പം നമുക്ക് നമ്മുടെ മോളെ നഷ്ടമായെന്ന് പറയാം. രാമൻ ശരിയാ, എല്ലാം എൻ്റെ തെറ്റാ, ഞാൻ കാരണമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എവിടെയോ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയണം. സ്വപ്നവലിക്ക് ദേഷ്യം വന്നു. ചതി ഇനി അക്ഷരം പോലും മിണ്ടിപ്പോയേക്കില്ല. ആ ഡോക്ടർ കരുതി കൂട്ടി മനഃപൂർവ്വം നമുക്കൊട്ട് പണി തന്ന, അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറയാണ്. ആ സമയത്ത് സൗദാമിനി കുഞ്ഞിനടുത്ത് കുറച്ച് പാലും ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് നീ മോളിത് കഴിക്കാൻ പറയണേ. എനിക്ക് വേണ്ടാന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? കഴിക്കും മോളെ, അല്ലെങ്കിൽ ഇതേ മോളുടെ അമ്മ വരുമ്പോൾ എന്നെ വഴക്കുറയില്ലേ നിൽക്കും. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി. എൻ്റെ ഡാഡി എനിക്ക് പാല് തരും, ഞാൻ ആ പാല് കുടിച്ചോളാം, എനിക്ക് വേറെ ഇവിടുത്തെ പാലൊന്നും വേണ്ടാന്ന് പറയണം. ഇതേ മോളെ ഇങ്ങനെ മോള് കിടന്ന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ ആകപ്പാടെ പ്രശ്നമാവും. ഇതേ ഇവിടെ മോൾക്കൊരു ഡാഡി ഉണ്ടല്ലോ. ആര്? ആ അങ്കിളാ. അതെൻ്റെ ഡാഡിയൊന്നും അല്ലാന്ന് പറയണം. അങ്ങനെ പറയരുത് മോളെ. ഇനി മുതൽ ആ അങ്കിളാണ് മോളുടെ ഡാഡി എന്ന് പറയാം. വേണ്ട, എനിക്ക് ആ ഡാഡീനെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം ഡാഡി ഉണ്ടെന്ന് പറയണം. സൗദാമിനിക്ക് എന്ത് മറുപടി പറയണം നടത്തില്ല. ഭയങ്കര സങ്കടമായിപ്പോയി ചിപ്പിമോൾ അങ്ങോട്ട് ബെഡിലേക്ക് പോയി വീണ് കിടന്ന് പൊട്ടിക്കരയാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം ചിപ്പിമോളെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഇങ്ങനെ ചിപ്പിമോളെയും തന്നെയും കൂടി ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത. അങ്ങനെ ക്യാൻവാസിൽ ആ ചിത്രം പകർത്തിട്ട് ഇങ്ങനെ അത്തേലേക്ക് തന്നെ കുറേ സമയം നോക്കിയിരുന്നു. എന്നാലും ചിപ്പിമോളെ നീ ഇത്ര പെട്ടെന്ന് പോകുന്ന ഞാൻ കരുതിയിരുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്താ ചിപ്പിമോളെ ഇങ്ങനെ? ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴ എനിക്ക് മനസ്സിലാവുന്നേ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സുചിത്ര അങ്ങോട്ട് വന്നു. സുചിത്ര വന്നിട്ട് ചാഹ കൊള്ളാലോ, നല്ല പെയിന്റിങ് ആണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ഇതേക്കൂടെ കുറേ സമയം നോക്കിയിരുന്നു. അല്ല ഇതിനെന്താ പേരിട്ടിരിക്കുന്നു ചോദിക്കുകയാണ്. പേരൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയാണ്. അല്ല എനിക്കറിയാം ചിപ്പിമോളുമായിട്ടുള്ള ചേച്ചിക്കുള്ള ആത്മബന്ധം എത്രയാണ്. അത് ശരിയാ, ഒരുപക്ഷെ നിനക്കറിയാവുന്നേക്കാളും അപ്പുറമാ. എനിക്ക് അവളോടൊരു ഇഷ്ടം മാത്രമല്ല, അതിനേക്കാളും അപ്പുറം വെറും ഒരു ഇഷ്ടം മാത്രമല്ല, അതിന് പറയാൻ എനിക്ക് വാക്കുകളില്ലെന്ന് പറയാണ്. പിന്നീട് സുചിത്രയോടായിട്ട് പറഞ്ഞു, നിനക്കറിയാലോ അവളെനിക്ക് ഒരു ദിവസം പോലും പിരിഞ്ഞ് ഇരിക്കാൻ പറ്റില്ല.
ഓഹോ അതുകൊണ്ടായിരിക്കും ചേച്ചി അവളുടെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന അല്ലേന്ന് ചോദിക്കണം. ഇത് വെറും ഒരു ചിത്രം മാത്രമല്ല സുജി, ഇതെന്റെ ജീവനാ അറിയാലോ. ഒരു പക്ഷെ എനിക്ക് അവളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയോടും കുഞ്ഞിനോടും ഒന്നും സ്നേഹമല്ല, പിന്നെയോ അതിനേക്കാൾ അപ്പുറമാണ്. അതെങ്ങനെ എനിക്കത് പറഞ്ഞ് നിന്നോട് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അതിനേക്കാൾ അപ്പുറം സ്നേഹമാണെന്ന് പറയണം. അവളില്ലാത്ത ഈ ഒരു വീട്ടിൽ എനിക്ക് നിൽക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് എനിക്ക് അവളെ ഇഷ്ടമെന്ന് പറയണം. ആ സമയം മുറിയിലുണ്ടായിരുന്ന പ്രൂദേവന്റെ അടുത്തേക്ക് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു, പാവം നമ്മുടെ മോള്, അവൾ ഇപ്പം 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ അല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, 3-4 ദിവസം കഴിയുമ്പോൾ മാറുമെന്ന് വിചാരിക്കുന്നു പറയാണ്. പക്ഷെ എനിക്കറിയത്തില്ല മാഷെ എന്ത് ചെയ്യണം എന്ന്. അവളുടെ മനസ്സ് ആകെപ്പാടെ ആകുലതപ്പെട്ടിരിക്കുക. അവൾ ഇതിനു മുമ്പ് ഇങ്ങനെ തകർന്ന് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ തകർന്ന്. ഒരു പക്ഷെ സുയിത്ര ഉള്ളതുകൊണ്ട് ഓരോന്നൊക്കെ മിണ്ടിയും പറഞ്ഞ് അവൾ ഇരിക്കുന്നു. അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തേരാം. എൻ്റെ മുന്നിൽ പോലും അവൾ അങ്ങനെ വരാറില്ല. എനിക്ക് പോലും അവൾ മോഹം തരാറില്ല. ആകെ വല്ലാത്തൊരവസ്ഥയിലാന്ന് പറയണം അവള്. ഇത് കേട്ടതും പ്രദേവ മാഷ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്ന് വിധി, അല്ലാതെ എന്ത് പറയാം എന്ന് പറയാണ്. ഈ സമയം ചിപ്പുമോൾക്ക് ഉറക്കം വരുന്നില്ല. ചിപ്പുമോള് തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ്. കുറെ സമയം എഴുന്നേറ്റിരിക്കും, പിന്നീട് കിടന്നു നോക്കും. ഒരു രക്ഷയില്ല. മനസ്സിലാണെങ്കിലോ ഉണ്ടായിരുന്ന രൂപം മഹേഷിനെ കുറിച്ചും ഇഷിതനെ കുറിച്ചൊക്കെയാ. ഇഷിത തൻ്റെ അടുത്ത് തനിക്ക് അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നു, തന്നെ ശുശ്രൂഷിക്കും, തന്നെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ ഡാഡി തനിക്ക് പാലും ഇതൊക്കെ കൊണ്ടു തരുന്നു. അതൊക്കെയാ മനസ്സിനറിയാം. അപ്പോഴേക്കും അങ്ങോട്ട് രചന വന്നു. രചന എന്നിട്ട് ചാഹാ മോളിത് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കണോ. ഉറക്കം വരുന്നില്ലേ എനിക്കും. ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ല. അതെന്ത് പരിപാടിയാ, മോള് കിടന്ന് ഉറങ്ങണമെന്ന് പറയണം. വേണ്ട എനിക്ക് ഉറങ്ങണ്ടെന്ന് പറയണം. ഇതേ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ തോന്നുമെന്ന് പറയണം. ഫ്രണ്ടോ, അതാരാ? അതെനിക്കൊരു ഫ്രണ്ടുണ്ട്. അതാരാന്ന് പറ. അതെനിക്ക് അമ്മയെ പോലെയാന്ന് പറയണം. അമ്മയെ പോലെയോ? അതെ, എനിക്ക് എൻ്റെ അമ്മയെ പോലെയോ ഫ്രണ്ടെന്ന് പറയണം. ഇത് കേട്ടൊരു ഞെട്ടലോട് കൂടിയിട്ട് അവൾ ചിപ്പീനെ നോക്കുവാണ് രചന. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്. നന്ദി.